നമുക്കൊരു റിയാക്ഷൻ പരിഗണിക്കാം. കാർബൺ ഓക്സിജനെ ബേൺ ചെയ്ത് കാർബൺ ഡയോക്സൈഡ് കിട്ടുന്നു. ഇതൊരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷനാണ്. മോൾ കൺസെപ്റ്റിലേക്ക് കൊണ്ടുവന്നാൽ 1 മോൾ കാർബൺ 1 മോൾ ഓക്സിജനുമായി റിയാക്ട് ചെയ്ത് 1 മോൾ കാർബൺ ഡയോക്സൈഡ് കിട്ടുന്നു. നമ്മൾ എടുത്തിരിക്കുന്ന റിയാക്ഷൻ കണ്ടീഷൻ ഇങ്ങനെയാണ് എന്ന് പരിഗണിക്കുക. 3 മോൾ കാർബൺ 2 മോൾ ഓക്സിജനുമായാണ് റിയാക്ട് ചെയ്യാൻ അനുവദിക്കുന്നത് എന്ന് പരിഗണിക്കുക. 3 മോൾ കാർബൺ 2 മോൾ ഓക്സിജനുമായി റിയാക്ട് ചെയ്യാൻ അനുവദിക്കുന്നു. ബട്ട് ബാലൻസ്ഡ് ഇക്വേഷൻ പ്രകാരം നമുക്കറിയാം 1 മോൾ കാർബൺ റിയാക്ട്സ് വിത്ത് 1 മോൾ ഓക്സിജൻ. ബാലൻസ്ഡ് ഇക്വേഷൻ പ്രകാരം 1 മോൾ കാർബൺ 1 മോൾ ഓക്സിജനുമായാണ് റിയാക്ട് ചെയ്യുന്നത്. സോ ഇവിടെ 2 മോളാണ് ഓക്സിജൻ്റെ എണ്ണം. 2 മോൾ ഓക്സിജന് കറസ്പോണ്ടിങ് ആയി 2 മോൾ കാർബണാണ് ആവശ്യമുള്ളത്. ഇവിടെ 3 മോളുണ്ട്, അല്ലെങ്കിൽ കാർബണിൻ്റെ എമൗണ്ട് എക്സസ് ആണ്. റിയാക്ഷൻ പൂർണ്ണമായി നടക്കാൻ അനുവദിക്കുകയാണ് എങ്കിൽ കാർബൺ അവിടെ റിമെയിൻ ചെയ്യും. അതായത് 2 മോൾ ഓക്സിജന് കറസ്പോണ്ടിങ് ആയി 2 മോൾ കാർബണേ ആവശ്യമുള്ളൂ. എക്സസ് കാർബൺ ഉണ്ട്, കാർബൺ അവിടെ റിമെയിൻ ചെയ്യും. അതേസമയം ഓക്സിജൻ പൂർണ്ണമായി ഉപയോഗിക്കപ്പെടും. ഇങ്ങനെ ഒരു റിയാക്ഷനിൽ പൂർണ്ണമായി ഉപയോഗിക്കപ്പെടുന്ന അല്ലെങ്കിൽ കൺസ്യൂം ചെയ്യപ്പെടുന്ന റിയാക്ടൻറ്റിനെ ലിമിറ്റിംഗ് റിയേജൻറ്റ് എന്നാണ് പറയുന്നത്. നമുക്കിന്ന് പഠിക്കാനുള്ളത് ലിമിറ്റിംഗ് റിയേജൻറ്റിനെ കുറിച്ചാണ്. അടുത്ത ടോപ്പിക്ക് ലിമിറ്റിംഗ് റിയേജൻ്റ് ആണ്. The reagent which completely consumed during a reaction is called limiting reagent. ഒരു റിയാക്ഷനിൽ പൂർണ്ണമായി ഉപയോഗിക്കപ്പെടുന്ന റിയേജൻ്റാണ് ലിമിറ്റിംഗ് റിയേജൻ്റ്. ലിമിറ്റിംഗ് റിയേജൻറ്റിൻ്റെ എമൗണ്ട് ആണ് പ്രോഡക്റ്റിൻ്റെ എമൗണ്ട് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ദ റിയേജൻറ്റ് വിച്ച് ലിമിറ്റ്സ് ദ എമൗണ്ട് ഓഫ് പ്രോഡക്റ്റ് ഇൻ എ റിയാക്ഷൻ ഈസ് കോൾഡ് ലിമിറ്റിംഗ് റിയേജൻറ്റ്. ഡെഫിനിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദ റിയേജൻറ്റ് വിച്ച് കംപ്ലീറ്റ്ലി കൺസ്യൂംഡ് ഡ്യൂറിങ് എ റിയാക്ഷൻ ഈസ് കോൾഡ് ലിമിറ്റിംഗ് റിയേജൻറ്റ്. അതല്ലെങ്കിൽ ഒരു റിയാക്ഷനിൽ പ്രോഡക്റ്റിൻ്റെ എമൗണ്ടിനെ ലിമിറ്റ് ചെയ്യുന്ന റിയേജൻ്റാണ് ലിമിറ്റിംഗ് റിയേജൻറ്റ്. ഇവിടെ ബാലൻസ്ഡ് ഇക്വേഷൻ പ്രകാരം 1 മോൾ ഓക്സിജന് കറസ്പോണ്ടിങ് ആയി 1 മോൾ കാർബണാണ് വേണ്ടത്. ഇവിടെ 2 മോൾ ഓക്സിജനാണുള്ളത്. സോ 2 മോൾ O2 റിക്വയർ 2 മോൾ കാർബൺ. ബട്ട് കാർബൺ എക്സസ് ആണ്. സോ ആവശ്യമായ അളവിലുള്ളത് ഓക്സിജനാണ്. ദെയർഫോർ O2 ഈസ് ദ ലിമിറ്റിംഗ് റിയേജൻറ്റ്. O2 ആണ് ഇവിടെ ലിമിറ്റിംഗ് റിയേജൻ്റായി ആക്ട് ചെയ്യുന്നത്. ഇവിടെ പ്രോഡക്റ്റിൻ്റെ അളവിനെ നിയന്ത്രിക്കുന്നത് അല്ലെങ്കിൽ ലിമിറ്റ് ചെയ്യുന്നത് ലിമിറ്റിംഗ് റിയേജൻ്റായ ഓക്സിജനാണ്. ഓക്സിജൻ്റെ നമ്പർ ഓഫ് മോൾസ് 2 ആണ്. അതുകൊണ്ട് നമുക്കവിടെ കിട്ടുന്ന പ്രോഡക്റ്റിൻ്റെ അളവും 2 മോളായിരിക്കും. കാരണം 1 മോൾ ഓക്സിജന് കറസ്പോണ്ടിങ് ആയി 1 മോൾ കാർബൺ ഡയോക്സൈഡ് കിട്ടുന്നു. ഇവിടെ ലിമിറ്റിംഗ് റിയേജൻ്റായ ഓക്സിജൻ്റെ അളവ് 2 മോളാണ്. അതുകൊണ്ട് 2 മോൾ കാർബൺ ഡയോക്സൈഡാണ് പ്രോഡക്റ്റായി കിട്ടുന്നത്. ദെൻ കാർബൺ 3 മോളാണുള്ളത്. ബാലൻസ്ഡ് ഇക്വേഷൻ പ്രകാരം ലിമിറ്റിംഗ് റിയേജൻ്റ് 2 മോളിന് കറസ്പോണ്ടിങ് ആയി 2 മോൾ കാർബണാണ് ആവശ്യമുള്ളത്. അത് എക്സസ് ആയ അളവിലുണ്ട്. സോ 3 മോൾ മൈനസ് 2 മോൾ 1 മോൾ എക്സസ് ആണ്. സോ 1 മോൾ കാർബൺ അവിടെ റിമെയിൻ ചെയ്യും. നമുക്ക് ഈ ലിമിറ്റിംഗ് റിയേജൻ്റ് എന്ന പ്രോബ്ലം ഡെയിലി ലൈഫുമായി കണക്ട് ചെയ്യാൻ സാധിക്കും. ഇവിടെ കാർബൺ എയറിൽ ബേൺ ചെയ്ത് കാർബൺ ഡയോക്സൈഡ് കിട്ടുന്നു. ഇവിടെ നമ്മൾ കണ്ടു ഓക്സിജൻ്റെ അളവാണ് കുറവ്, കാർബണിൻ്റെ അളവ് കൂടുതലാണ്. അതായത് ഒരു ഫ്യൂവൽ കത്താൻ ആവശ്യമായ അളവിൽ ഓക്സിജൻ ഇല്ല എങ്കിൽ അവിടെ ആ ഫ്യൂവൽ റിമെയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്.
നമുക്ക് ലിമിറ്റിംഗ് റിയേജൻറ്റുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. 10 gram H2 ഈസ് അലൗഡ് ടു റിയാക്ട് വിത്ത് 50 gram O2 ടു പ്രൊഡ്യൂസ് H2O. H2O പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി 10 gram ഹൈഡ്രജൻ 50 gram ഓക്സിജനുമായി റിയാക്ട് ചെയ്യാൻ അനുവദിക്കുന്നു. ഐഡൻറ്റിഫൈ ദ ലിമിറ്റിംഗ് റിയേജൻറ്റ്. ലിമിറ്റിംഗ് റിയേജൻറ്റ് കണ്ടെത്തുക. ദെൻ കാൽക്കുലേറ്റ് ദ മാസ് ഓഫ് H2O ഒബ്റ്റെയിൻഡ്. അവിടെ കിട്ടുന്ന H2Oയുടെ മാസ് കണക്കാക്കുക. ലിമിറ്റിംഗ് റിയേജൻറ്റ് കണ്ടെത്തുക എന്നൊരു ചോദ്യം വന്നാൽ നമ്മൾ ആദ്യം ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എഴുതുകയാണ് വേണ്ടത്. ഇവിടെ H2 റിയാക്ട്സ് വിത്ത് O2 ടു പ്രൊഡ്യൂസ് H2O. സോ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ H2 പ്ലസ് O2 ഗീവ്സ് H2O. ബാലൻസർ അല്ല, ഇവിടെ 2 ഓക്സിജൻ ഉണ്ട്. കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ 2 ഓക്സിജൻ ആവശ്യമുണ്ട്. റൈറ്റ് സൈഡിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 2 × 2 4 ഹൈഡ്രജൻ ഉണ്ട്. ഇവിടെ 2 എണ്ണേ ഉള്ളൂ. സോ 2H2 പ്ലസ് O2 ഗീവ്സ് 2H2O. അടുത്തതായി തന്നിരിക്കുന്ന ആ മാസിലെ മോളുകളുടെ എണ്ണം കണ്ടെത്തുകയാണ് വേണ്ടത്. ഹൈഡ്രജൻ്റെ മാസ് 10 gram ആണ്. ഓക്സിജൻ്റെ മാസ് 50 gram ആണ്. നമുക്ക് നമ്പർ ഓഫ് മോൾസ് കണക്കാക്കാം. നമ്പർ ഓഫ് മോൾസ് ഇൻ 50 gram O2. 50 gram O2വിലെ നമ്പർ ഓഫ് മോൾസ് എന്നാൽ ഗിവൺ മാസ് ബൈ മോളാർ മാസ് ഓഫ് ഓക്സിജൻ ആണ്. ഗിവൺ മാസ് 50 gram ഡിവൈഡഡ് ബൈ O2. 16 × 2 32 ആണ്. സോ 50 gram ബൈ 32 gram. ഇറ്റ് ഈസ് ഈക്വൽ ടു 1.56 മോൾ. ഇവിടെ ഓക്സിജൻ്റെ നമ്പർ ഓഫ് മോൾസ് 1.56 ആണ്. അടുത്തതായി നമ്പർ ഓഫ് മോൾസ് ഇൻ 10 gram H2. 10 gram ഹൈഡ്രജനിലെ നമ്പർ ഓഫ് മോൾസ് ഇറ്റ് ഈസ് ഈക്വൽ ടു ഗിവൺ മാസ് 10 gram ഡിവൈഡഡ് ബൈ H2വിൻ്റെ മോളാർ മാസ്. H2 1 × 2 ദാറ്റ് ഈസ് 2 gram. 10 gram ബൈ 2 gram ഇറ്റ് ഈസ് ഈക്വൽ ടു 5 മോൾ. ദെൻ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ പ്രകാരം 1 മോൾ ഓക്സിജന് കറസ്പോണ്ടിങ് ആയി 2 മോൾ ഹൈഡ്രജനാണ് ആവശ്യമുള്ളത്. നമ്മളത് എഴുതുക. ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ പ്രകാരം 1 മോൾ ഓക്സിജൻ റിക്വയർ 2 മോൾ ഹൈഡ്രജൻ. സോ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ പ്രകാരം 1 മോൾ O2 റിക്വയർ 2 മോൾ H2. 1 മോള് ഓക്സിജന് കറസ്പോണ്ടിങ് ആയി 2 മോള് ഹൈഡ്രജനാണ് ആവശ്യമുള്ളത്. ഇനി നമുക്ക് തന്നിരിക്കുന്നതിൽ ഓക്സിജൻ്റെ നമ്പർ ഓഫ് മോൾസ് 1.56 ആണ്. അതിന് കറസ്പോണ്ടിങ് ആയി 2 × 1.56 H2 ആണ് ആവശ്യമുള്ളത്. ദെയർഫോർ വി ക്യാൻ റൈറ്റ് 1.56 മോൾ O2 റിക്വയർ 2 × 1.56 മോൾ H2. That is 2 × 1.56. It is equal to 2 × 1.56 is equal to 3.12 മോൾ H2. അത്രയും H2 ആണ് ആവശ്യമുള്ളത്. ബട്ട് റിയാക്ഷനിൽ 5 മോളുണ്ട്. നമുക്ക് 3.12 മോളെ ആവശ്യമുള്ളൂ. ഹൈഡ്രജൻ ഇവിടെ എക്സസ് ആണ്. റിക്വയർഡ് എമൗണ്ടിനേക്കാൾ കൂടുതൽ ഹൈഡ്രജൻ ഉണ്ട്. സോ ഓക്സിജൻ ആയിരിക്കും ഇവിടെ ലിമിറ്റിംഗ് റിയേജൻറ്റ്. നമുക്ക് എഴുതാൻ പറ്റും H2 ഈസ് ഇൻ എക്സസ്, ദെയർഫോർ O2 ഈസ് ദ ലിമിറ്റിംഗ് റിയേജൻറ്റ്. O2 ആണ് ലിമിറ്റിംഗ് റിയേജൻറ്റ്. സോ നമ്മൾ ആദ്യം ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എഴുതുന്നു. തന്നിരിക്കുന്ന ആ മാസിലെ 2ൻ്റെയും നമ്പർ ഓഫ് മോൾസ് കണക്കാക്കുന്നു. ദെൻ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ പ്രകാരം 1 മോൾ ഓക്സിജന് കറസ്പോണ്ടിങ് ആയി 2 മോൾ ഹൈഡ്രജൻ വേണമെന്നറിയാം. സോ 1.56 മോളിന് കറസ്പോണ്ടിങ് ആയി 2 × 1.56 ആണ് ആവശ്യമുള്ളത്. ഇവിടെ ഹൈഡ്രജൻ എക്സസ് ആണ്. സോ കുറഞ്ഞ അളവിലുള്ള ഓക്സിജനാണ് ലിമിറ്റിംഗ് റിയേജൻറ്റ്. ഇതിൻ്റെ ബി പാർട്ട് കാൽക്കുലേറ്റ് ദ മാസ് ഓഫ് H2O ഒബ്റ്റെയിൻഡ്. ഇവിടെ ഉണ്ടാകുന്ന H2Oയുടെ മാസ് കണക്കാക്കണം.
ഒരു റിയാക്ഷനിൽ നമുക്ക് പ്രോഡക്റ്റിൻ്റെ മാസ് തീരുമാനിക്കുന്നത് ലിമിറ്റിംഗ് റിയേജൻ്റ് ആണ്. ഇവിടെ O2 ആണ് ലിമിറ്റിംഗ് റിയേജൻ്റ്. O2വിൻ്റെ അളവ് നമ്മൾ കണ്ടിരുന്നു 1.56 മോളാണ്. ദെൻ ഇവിടെ 1 മോൾ O2 ഗീവ്സ് 2 മോൾ H2O. ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ പ്രകാരം 1 മോൾ O2 ഗീവ് 2 മോൾ H2O. 1 മോൾ ഓക്സിജൻ 2 മോൾ H2O തരുന്നു. ലിമിറ്റിംഗ് റിയേജൻ്റ് O2 ആണ്, അതിൻ്റെ അളവ് 1.56 ആയിരുന്നു. Therefore 1.56 മോൾ O2 give 2 into 1.56 mol H2O. It is equal to 2 into 1.56 3.12 mol H2O. Therefore mass of H2O obtained is equal to 3.12 into H2Oയുടെ മോളാർ മാസ്. H 1 into 2 പ്ലസ് ഓക്സിജൻ 16 into 1 18 ആണ്. സോ 3.12 into 18 ഗ്രാം. ഇത്രയും പ്രോഡക്റ്റ് ആണ് നമുക്ക് കിട്ടുന്നത്. സോ പ്രോഡക്റ്റിൻ്റെ അളവ് തീരുമാനിക്കാനായി ഏതാണ് ലിമിറ്റിംഗ് റിയേജൻ്റ് എന്ന് ആദ്യം കണ്ടെത്തുന്നു. O2 ആണ് ലിമിറ്റിംഗ് റിയേജൻ്റ്. അവിടെ O2വിലെ നമ്പർ ഓഫ് മോൾസ് 1.56 ആണ്. ബാലൻസ്ഡ് ഇക്വേഷൻ പ്രകാരം 1 മോൾ ഓക്സിജൻ 2 മോൾ വാട്ടറാണ് തരുന്നത്. സോ 1.56 മോൾ O2 2 into 1.56 ആയ 3.12 മോൾ H2O തരും. Therefore its mass is equal to 3.12 into H2Oയുടെ മോളാർ മാസ്. Next question. 12 gram H2 is allowed to react with 50 gram N2 in the production of ammonia. അമോണിയയുടെ മാനുഫാക്ചറിങ്ങിന് വേണ്ടി 12 ഗ്രാം ഹൈഡ്രജൻ 50 ഗ്രാം N2മായി റിയാക്ട് ചെയ്യാൻ അനുവദിക്കുന്നു. ഐഡൻറ്റിഫൈ ദ ലിമിറ്റിംഗ് റിയേജൻറ്റ്. ലിമിറ്റിംഗ് റിയേജൻറ്റ് കണ്ടെത്തുക. കാൽക്കുലേറ്റ് ദ മാസ് ഓഫ് റിയാക്ടൻ്റ് റിമൈൻഡ്. അവിടെ അവശേഷിക്കുന്ന ആ റിയാക്ടൻറ്റിൻ്റെ എമൗണ്ട് കണക്കാക്കുക. ദെൻ കാൽക്കുലേറ്റ് ദ മാസ് ഓഫ് NH3 ഒബ്റ്റൈൻഡ്. അവിടെ ലഭിക്കുന്ന അമോണിയയുടെ അളവ് കണക്കാക്കുക. ലിമിറ്റിംഗ് റിയേജൻ്റ് കണ്ടെത്താൻ ഏറ്റവും ആദ്യം ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എഴുതുന്നു. N2 ഈസ് അലൗഡ് ടു റിയാക്ട് വിത്ത് H2 ടു പ്രൊഡ്യൂസ് NH3. ഇവിടെ 2 നൈട്രജനാണുള്ളത്. റൈറ്റ് സൈഡിൽ 1 നൈട്രജനേ ഉള്ളൂ. സോ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 2 NH3. ലെഫ്റ്റിൽ ഹൈഡ്രജൻ 2. ഇവിടെ 2 into 3 6. സോ ഇവിടെ 6 ആണെങ്കിൽ 3 H2. Now it is a balanced equation. N2 plus 3 H2 gives 2 NH3. തന്നിരിക്കുന്ന ആ മാസിലെ നമ്പർ ഓഫ് മോൾസ് കണക്കാക്കുക. സോ നമ്പർ ഓഫ് മോൾസ് ഇൻ 50 ഗ്രാം N2, 50 ഗ്രാം N2വിലെ നമ്പർ ഓഫ് മോൾസ് ഇറ്റ് ഈസ് ഈക്വൽ ടു 50 ഗ്രാം ഡിവൈഡഡ് ബൈ N2വിൻ്റെ മോളാർ മാസ്. N 14 ആണ്. N2 14 into 2 28 ആണ്. സോ 50 by 28 ഗ്രാം ഇറ്റ് ഈസ് ഈക്വൽ ടു 1.786 മോൾ. അതുപോലെ ഹൈഡ്രജനിലെ നമ്പർ ഓഫ് മോൾസ് കണക്കാക്കുക. സോ നമ്പർ ഓഫ് മോൾസ് ഇൻ 12 ഗ്രാം H2 ഗിവൺ മാസ് 12 ഗ്രാം ഡിവൈഡഡ് ബൈ H2വിൻ്റെ മോളാർ മാസ് 2 ഗ്രാം ആണ്. 12 gram by 2 gram it is equal to 6 mol. Then balanced equation പ്രകാരം 1 mol N2 require 3 mol H2. So according to the balanced equation 1 mol N2 require 3 mol H2. 1 mol N2വിന് 3 mol H2 ആണ് ആവശ്യമുള്ളത്. സോ 1.786 മോൾ N2വിന് എത്ര H2 വേണം? ഇറ്റ് ഈസ് ഈക്വൽ ടു 1.786 ഇൻറ്റു 3. Therefore 1.786 മോൾ
N2 require 3 into 1.786. It is equal to 5.358 mole H2. 5.358 മോൾ H2 ആണ് ആവശ്യമുള്ളത്. നമുക്കിവിടെ 6 മോൾ ഉണ്ട്. H2 എക്സസ് ആണ്. സോ കുറഞ്ഞ അളവിലുള്ള നൈട്രജനാണ് ലിമിറ്റിംഗ് റിയേജൻ്റായി ആക്ട് ചെയ്യുന്നത്. ഹിയർ H2 ഈസ് ഇൻ എക്സസ്, therefore N2 ഈസ് ദ ലിമിറ്റിംഗ് റിയേജൻ്റ്. N2 ആണ് ഇവിടെ ലിമിറ്റിംഗ് റിയേജൻ്റായി ആക്ട് ചെയ്യുന്നത്. Second question, calculate the mass of reactant remained. ഇവിടെ അവശേഷിക്കുന്ന ആ റിയാക്ടൻറ്റിൻ്റെ മാസ് കണക്കാക്കുക. നമ്മൾ കണ്ടിരുന്നു ഹൈഡ്രജൻ്റെ നമ്പർ ഓഫ് മോൾസ് 6 ആണ്. നമുക്കിവിടെ ആവശ്യമുള്ളത് 5.358 ആണ്. സോ ഇവിടെ റിമെയിൻ ചെയ്യുന്ന ഹൈഡ്രജൻ്റെ നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് ഇവിടെ 6 ഉണ്ട്. 6 മൈനസ് റിക്വേർഡായ 5.358, ഇറ്റ് ഈസ് ഈക്വൽ ടു 0.65 മോൾസ്. ഇവിടെ അവശേഷിക്കുന്ന ഹൈഡ്രജൻ്റെ നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു 6 മൈനസ് 5.358, ഇറ്റ് ഈസ് ഈക്വൽ ടു 0.65. അതിൻ്റെ മാസ് നമുക്ക് കണക്കാക്കാം. 0.65 ഇൻറ്റു 2 ഗ്രാം. പാർട്ട് സി, കാൽക്കുലേറ്റ് ദ മാസ് ഓഫ് NH3 ഒബ്റ്റൈൻഡ്. ഇവിടെ N2 ആണ് ലിമിറ്റിംഗ് റിയേജൻ്റ്. അതുകൊണ്ട് N2 ആണ് പ്രോഡക്റ്റിൻ്റെ അളവിനെ തീരുമാനിക്കുന്നത്. ബാലൻസ്ഡ് ഇക്വേഷൻ പ്രകാരം 1 മോൾ N2 ഗീവ്സ് 1 മോൾ N2 ഗീവ് 2 മോൾ NH3. ബാലൻസ്ഡ് ഇക്വേഷൻ പ്രകാരം 1 മോൾ N2 2 മോൾ NH3 ആണ് നൽകുന്നത്. നമ്മളിവിടെ കണക്കാക്കിയിരുന്നു നമ്പർ ഓഫ് മോൾസ് ഓഫ് N2 എന്ന് പറയുന്നത് 1.786 ആണ്. Therefore 1.786 മോൾ N2 give 2 into 1.786. It is equal to 3.572 മോൾ NH3. 1 മോൾ N2 2 മോൾ NH3 തരും. നമുക്കിവിടെ N2വിൻ്റെ നമ്പർ ഓഫ് മോൾസ് 1.786 ആണ്. സോ 1.786 മോൾ N2 ഗീവ് 2 into 1.786, ഇറ്റ് ഈസ് ഈക്വൽ ടു 3.572 മോൾ NH3. Therefore mass of NH3 obtained is equal to number of moles 3.572 into NH3യുടെ മോളാർ മാസ് 17 ഗ്രാം. സോ 3.572 ഇൻറ്റു 17 ഗ്രാം. അത്രയും അമോണിയ ആയിരിക്കും നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. അടുത്ത ടോപ്പിക്ക് പെർസെൻറ്റേജ് കോമ്പോസിഷൻ. ഒരു കോമ്പൗണ്ടിൽ ഡിഫറെൻ്റ് എലമെൻറ്റ്സ് അടങ്ങിയിട്ടുണ്ട് എന്ന് നമുക്കറിയാം. അവയുടെ ഓരോന്നിൻ്റെയും മാസിൻ്റെ പെർസെൻറ്റേജിനെയാണ് പെർസെൻറ്റേജ് കോമ്പോസിഷൻ എന്ന് പറയുന്നത്. അതായത് 100 ഗ്രാം ആ സാമ്പിൾ എടുത്താൽ അതിൽ ഓരോ എലമെൻറ്റും എത്ര ഗ്രാം വീതമാണ് ഉള്ളത് എന്ന് നമുക്ക് പറയാം. സോ ഇറ്റ് ടെൽസ് ദ പെർസെൻറ്റേജ് ഓഫ് മാസ് ഓഫ് വേരിയസ് എലമെൻറ്റ്സ് പ്രസൻറ്റ് ഇൻ എ കോമ്പൗണ്ട്. ഒരു കോമ്പൗണ്ടിലുള്ള വേരിയസ് എലമെൻസിൻ്റെ മാസിൻ്റെ പെർസെൻറ്റേജിനെയാണ് പെർസെൻറ്റേജ് കോമ്പോസിഷൻ എന്ന് പറയുന്നത്. നമുക്ക് മാത്തമാറ്റിക്കലായിട്ട് എഴുതാൻ പറ്റും. പെർസെൻറ്റേജ് കോമ്പോസിഷൻ ഓർ മാസ് പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു മാസ് ഓഫ് ദാറ്റ് എലമെൻറ്റ് ഇൻ ദ കോമ്പൗണ്ട്, മാസ് ഓഫ് ദാറ്റ് എലമെൻറ്റ് ഇൻ ദ കോമ്പൗണ്ട്. ആ കോമ്പൗണ്ടിലുള്ള ആ എലമെൻറ്റിൻ്റെ മാസ് ഡിവൈഡഡ് ബൈ ഇറ്റ്സ് മോളാർ മാസ് ഓർ മോളിക്കുലാർ മാസ് ഇൻറ്റു 100 ആണ്. ആ എലമെൻറ്റിൻ്റെ മൊത്തം മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് അല്ലെങ്കിൽ മോളിക്കുലാർ മാസ് ഇൻറ്റു 100. നമുക്കൊരു ഉദാഹരണം പരിഗണിക്കാം. H2Oയിലെ എലമെൻസിൻ്റെ മാസ് പെർസെൻറ്റേജ് കണ്ടെത്തുക.
നമ്മൾ ആദ്യം H2Oയുടെ മോളിക്കുലാർ മാസ് കണക്കാക്കുന്നു. മോളിക്കുലാർ മാസ് ഓഫ് H2O, ഹൈഡ്രജൻ അറ്റോമിക് മാസ് 1 ആണ്. സോ 1 ഇൻറ്റു 2 പ്ലസ് ഓക്സിജൻ അറ്റോമിക് മാസ് 16 ആണ്. 16 ഇൻറ്റു 1, സോ ഇറ്റ് ഈസ് ഇക്വൽ ടു 2 പ്ലസ് 16, 18 ആണ്. മോളാർ മാസ് എന്നത് 18 ഗ്രാം. ദെൻ മാസ് പെർസെൻറ്റേജ് ഓഫ് ഹൈഡ്രജൻ, mass percentage of hydrogen, it is equal to mass of hydrogen in that compound divided by molar mass അല്ലെങ്കിൽ molecular mass. ഇവിടെ 2 ഹൈഡ്രജൻ ആണ് ഉള്ളത്. സോ 1 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 18 ഇൻറ്റു 100, ഇറ്റ് ഈസ് ഈക്വൽ ടു 11.1%. ഹൈഡ്രജൻ്റെ മാസ് പെർസെൻറ്റ് 11.1 ആണ്. അടുത്തതായിട്ട് ഓക്സിജൻ്റെ മാസ് പെർസെൻറ്റേജ് ഓഫ് ഓക്സിജൻ. ഒരു ഓക്സിജനാണുള്ളത്, അതിൻ്റെ മാസ് 16 ആണ്. സോ 16 ഇൻറ്റു 1 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 18, ഇറ്റ് ഈസ് ഈക്വൽ ടു 88.8%. രണ്ട് എലമെൻറ്റിൻ്റെയും മാസ് പെർസെൻറ്റേജ് കൂട്ടിയാൽ നമുക്ക് 100 അല്ലെങ്കിൽ നിയർലി 100 ലഭിക്കുകയും ചെയ്യും. എഥനോളിലെ എലമെൻറ്റിൻ്റെ മാസ് പെർസെൻറ്റേജ്. ആദ്യം നമുക്ക് എഥനോളിൻ്റെ മോളിക്കുലാർ മാസ് കണക്കാക്കാം. മോളിക്കുലാർ മാസ് ഓഫ് എഥനോൾ, 2 കാർബണാണുള്ളത്. സോ 12 ഇൻറ്റു 2 പ്ലസ് ഹൈഡ്രജൻ 5 പ്ലസ് 1, 6 ഹൈഡ്രജൻ ഉണ്ട്. നമ്മൾ ആ ഹൈഡ്രജൻ്റെ എണ്ണം മൊത്തം പരിഗണിക്കുക. സോ 1 ഇൻറ്റു 6 പ്ലസ് ഓക്സിജൻ ഒരെണ്ണം. സോ 16 ഇൻറ്റു 1, സോ 12 ഇൻറ്റു 2 24, 24 പ്ലസ് 6, ഇറ്റ് ഈസ് ഈക്വൽ ടു 30, 30 പ്ലസ് 16, ഇറ്റ് ഈസ് ഈക്വൽ ടു 46 ആണ്. നമുക്ക് ഓരോ എലമെൻറ്റിൻ്റെയും മാസ് പെർസെൻറ്റേജ് കാണാം. മാസ് പെർസെൻറ്റേജ് ഓഫ് കാർബൺ, ഇറ്റ് ഈസ് ഈക്വൽ ടു കാർബൺ 2 എണ്ണമാണുള്ളത്. സോ 12 ഇൻറ്റു 2 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ് 46, ഇറ്റ് ഈസ് ഈക്വൽ ടു 52.1%. 52.1%. നെക്സ്റ്റ് മാസ് പെർസെൻറ്റേജ് ഓഫ് ഹൈഡ്രജൻ, 6 ഹൈഡ്രജൻ ആണുള്ളത്. സോ 1 ഇൻറ്റു 6 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 46, ഇറ്റ് ഈസ് ഈക്വൽ ടു 13.1%. നെക്സ്റ്റ് ഓക്സിജൻ്റേത്, മാസ് പെർസെൻറ്റേജ് ഓഫ് ഓക്സിജൻ, ഇറ്റ് ഈസ് ഈക്വൽ ടു 16 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 46, ഇറ്റ് ഈസ് ഈക്വൽ ടു 34.7%. ഇതിൻ്റെ സം എന്നത് നിയർലി 100 ആയിരിക്കും.